കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ തുണിക്കടയിലുണ്ടായ തീപിടുത്തം ഭാഗികമായി നിയന്ത്രണ വിധേയമെന്ന വിവരം. 5 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ തീ ഭാഗികമായി നിയന്ത്രണ വിധേയമാക്കി. വസ്ത്ര ഗോഡൌൺ അടക്കം കത്തി നശിച്ചു. അതേസമയം അപകട കാരണം അന്വേഷിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തീ പൂർണ്ണമായും അണയ്ക്കാൻ ഇനിയും സമയമെടുക്കുമെന്നും കളക്ടർ പറഞ്ഞു. മന്ത്രി AK ശശീന്ദ്രൻ ഉൾപ്പെടെ സ്ഥലത്ത് സന്ദർശനം നടത്തി. കെട്ടിടങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ചില ഭാഗങ്ങളിലായി തീ കത്തുകയാണ്. JCBകൾ ഉപയോഗിച്ച് കടയുടെ ഷട്ടറുകൾ ഉൾപ്പെടെയുള്ള ഭാഗം നീക്കം ചെയ്ത തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കൺട്രോൾഡാണ്. ചലഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഫയർ ലോഡുള്ള സംഭവമാണ്. മാത്രമല്ല ഓരോ സെപ്പറേറ്റ് റൂമുകളാണ്. പിന്നെ 2-3 ഷട്ടറുകൾ തിരിച്ചിട്ട് പാസേജ് ആ രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇതിൽ ചലഞ്ചിങ് ആയി വന്നിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം തീയുടെ അപകടാവസ്ഥ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഉൾപ്പെട്ടുള്ള വസ്തുക്കൾ പൂർണ്ണമായിട്ടും കെട്ടിട്ടില്ല. മാത്രമല്ല ഈ വെള്ളമടിക്കുന്നത് മൂലമുണ്ടാകുന്ന സ്മോക്ക് വളരെ ശക്തമാണ്. ആ സ്മോക്ക് പല ഭാഗങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമടിക്കുമ്പോൾ ആ താപനില കൊണ്ടും എന്ത് ചെയ്യും, വെള്ളം ഹീറ്റായിട്ട് ഇതായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നുണ്ട്. എല്ലാ കോണിലേക്കും അടിക്കുന്നു. 4 ഭാഗത്തു നിന്നും നമ്മൾ വെള്ളം അടിക്കുന്നു. ഇപ്പോൾ 2 പോയിന്റുകളിൽ നമ്മൾ കയറിക്കൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ 2 പോയിന്റുകളിൽ നമ്മൾ ആളുകൾ കയറിക്കൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. BSET ഉപയോഗിച്ചിട്ട് ഫോഴ്സ് എൻട്രി നടത്തിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെയും ബ്രാഞ്ച് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, നിലവിൽ തീ ഭാഗികമായി നിയന്ത്രണ വിധേയമാണ്. ഇനിയും ചില ഭാഗങ്ങളിൽ തീ കെടുത്താനായിട്ടുണ്ട്. ഒപ്പം ഈ പുകപടലങ്ങൾ നിറഞ്ഞു നിൽക്കുന്നൊരു അന്തരീക്ഷം. എത്രത്തോളം ആശങ്ക ഇനി ബാക്കിയുണ്ട്? പ്രത്യേകിച്ചും ഇത്തരത്തിൽ രോഗികൾ അടക്കമുള്ള ആളുകൾക്ക് ഈ പുകപടലം നിറഞ്ഞ ഈ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. തീർച്ചയായും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാഗികമായി തീ നിയന്ത്രണ വിധേയമായി എന്നത് ഒരു ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ പൂർണ്ണമായും തീ അണയ്ക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ഫയർ ഉദ്യോഗസ്ഥരടക്കം പ്രതികരിച്ചപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പ്രധാനമായും ഇതൊരു തുണി വ്യവസായത്തിന്റെ ഗോഡൌൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തുണിയിലേക്ക് തീ പടർന്നു പിടിച്ച് വലിയ രീതിയിൽ അത് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കണ്ടതാണ്. ഒരു 4-കാലോടുകൂടി തുടങ്ങിയ തീപിടുത്തം പിന്നീട് അതിന്റെ വ്യാപ്തിയിലേക്ക് വന്നതിനു ശേഷം താഴെയുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടെ കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളിലെ ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ AC ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൊക്കെ തന്നെയും തീ പടരുന്ന സാഹചര്യം. സിറ്റിക്ക് പുറത്തുനിന്ന് മലപ്പുറത്തുനിന്ന് ഉൾപ്പെടെ ഫയർ യൂണിറ്റ് കൊണ്ടുവരുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ വനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി സ്ഥിതി വിശദീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നത് തന്നെയാണ്. എന്തായാലും ഇപ്പോഴും നമുക്ക് വിഷ്വലിൽ നിന്ന് കാണുന്നത് പിന്നെ ഈ കോണി ഉപയോഗിച്ച് അതിനുള്ളിലേക്ക് കയറി തീ അണയ്ക്കുവാനുള്ളൊരു സംവിധാനത്തിലേക്ക് തന്നെയാണ് ഫയർഫോഴ്സ് പോകുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ അതായത് ഈ തകര ഷീറ്റ്, അതായത് ഫ്ലക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കെട്ടിടത്തിന്റെ ഇരുഭാഗങ്ങളിലും ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ളിലൂടെ വെള്ളം പമ്പ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ഈ ഫയർഫോഴ്സിനെ സംബന്ധിച്ച് വലിയ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവർ ഉപയോഗിക്കുകയും ആ ബിൽഡിങ്ങിന്റെ ഭാഗത്തുള്ള ഫ്ലെക്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തകർക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് അവർ അതിനുള്ളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുവാൻ തുടങ്ങിയത്. ഇപ്പോഴാണ് നിലവിൽ പറഞ്ഞാൽ അതിനകത്തേക്ക്, അതായത് ബിൽഡിങ്ങിന്റെ അകത്തേക്കുള്ള തീ കെടുത്തുവാനുള്ള ഒരു ശ്രമത്തിലേക്ക് ഫയർഫോഴ്സ് എത്തിയത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എയർപോർട്ടിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഫയർ യൂണിറ്റ് ഇവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത്, കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇത്തരത്തിലൊരു കാരണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം നാളെ വിശദമായ പരിശോധന നടക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുമെന്നാണ് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഫയർഫോഴ്സിന്റെ മേധാവി തന്നെ പറഞ്ഞു, തീപിടുത്തം ഉണ്ടായപ്പോൾ പെട്ടെന്ന് ഇത്തരത്തിൽ എത്തുവാനുള്ള ഒരു, അതായത് ഈ തീ അണയ്ക്കുവാനുള്ള ശ്രമത്തിൽ ചില കാലതാമസം ഉണ്ടായി എന്ന ഒരു കാര്യം കൂടി പറയുന്നു. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വ്യാപാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, അതായത് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം അടിക്കടി തീപിടുത്തം ഉണ്ടാവുന്നു. മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ തീപിടുത്തം ഉണ്ടാവുന്ന ഒരു സാഹചര്യം. ആ സമയത്തും ഈ ഫയർ സ്റ്റേഷൻ അനുവദിക്കുക എന്നതിനെ സംബന്ധിച്ച് ഫയർഫോഴ്സിൽ നിന്ന് തന്നെ ഉദ്യോഗസ്ഥരടക്കം ശുപാർശ നൽകിയ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ആ ശുപാർശകളൊന്നും തന്നെ പരിഗണിക്കാത്ത ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ ബീച്ചിൽ ഫയർ സ്റ്റേഷൻ ഇല്ലാത്തൊരവസ്ഥ. അത്തരത്തിൽ ഫയർ യൂണിറ്റുകൾ പുറത്തുനിന്ന് വിളിക്കുക എന്ന് പറയുമ്പോൾ ഇത്തരത്തിലൊരു നഗരമധ്യത്തിൽ വലിയ രീതിയിൽ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഈ അപകടങ്ങൾക്കൊക്കെ അതിനെ ശമിപ്പിക്കുവാൻ കാലതാമസം ഉണ്ടാകുന്നു എന്നതിനെ സംബന്ധിച്ചാണ് വ്യാപാരികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയത്. സൂചിപ്പിച്ചതുപോലെ തീ നിലവിൽ ഭാഗികമായി നിയന്ത്രണ വിധേയമാണ്. ഇനി അറിയേണ്ടതായി തീപിടുത്തത്തിന്റെ കാരണമാണ്. ഇതിൽ വിശദമായി
ശാസ്ത്രീയമായൊരു അന്വേഷണം വേണമെന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യമായി ഉയരുന്നത്. വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.